أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഒരു സരിയ അഥവാ യുദ്ധനീക്കത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഇത് സരിയ ഖുർത്ത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സരിയ ഹിജ്റ 6-ാം വർഷം മുഹറം മാസത്തിലാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ 30 ആളുകളോടൊപ്പം ഖുർത്തയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഖുർത്ത ബനു ബക്കർ ബിൻ കിലാബിന്റെ ഒരു ശാഖയായിരുന്നു. ഇവർ സരിയയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ബക്കറാത്ത് എന്ന സ്ഥലത്താണ് വസിച്ചിരുന്നത്. ബക്കറാത്ത് മദീനയിൽ നിന്ന് 7 രാത്രികളുടെ സഞ്ചാര ദൈർഘ്യമുള്ള സ്ഥലമായിരുന്നു. സരിയ ബനു കിലാബിന്റെ ഒരു അതിപുരാതന ജനവാസ മേഖലയാണ്. പുരാതന ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിവേദനങ്ങൾ അനുസരിച്ച് ഇതും മദീനയിൽ നിന്ന് 7 രാത്രികളുടെ സഞ്ചാര ദൈർഘ്യമുള്ള സ്ഥലമായിരുന്നു. ഇന്ന് ദൈർഘ്യം കുറഞ്ഞിരിക്കാൻ ഇടയുണ്ട്. ഒരു നിവേദനത്തിൽ പറയുന്നു, സരിയ മദീനയിൽ നിന്ന് 1-2 രാത്രികളുടെ സഞ്ചാര ദൈർഘ്യമുള്ള സ്ഥലമായിരുന്നു. ഈ 30 സഹാബാക്കളിൽ ഹസ്രത്ത് ഇബാദ് ബിൻ ബിഷർ, ഹസ്രത്ത് സൽമ ബിൻ സലാമ, ഹസ്രത്ത് ഹാരിസ് ബിൻ ഹസ്മ എന്നിവർ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തോട് രാത്രിയിൽ സഞ്ചരിക്കാനും പകൽ സമയത്ത് ഒളിഞ്ഞിരിക്കാനും അവർക്ക് മേൽ ഓർക്കാപ്പുറത്ത് ആക്രമണം നടത്താനും കൽപ്പന നൽകുകയുണ്ടായി. അങ്ങനെ അവർ ഷർബ എന്ന സ്ഥലത്തെത്തി. ഷർബയും നജിദിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ അവർക്ക് കുറച്ച് യാത്രക്കാരെ കിട്ടി. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ ആരാണെന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞയച്ചു. അദ്ദേഹം പോയി തിരിച്ചു വന്ന് പറഞ്ഞു, അവർ മഹാരിബ് ഗോത്രത്തിലെ ആളുകളാകുന്നു. അവർ അടുത്തു തന്നെ തമ്പടിക്കുകയും തങ്ങളുടെ മൃഗങ്ങളെ മേയാൻ വിട്ടിരിക്കുകയുമാണ്. അവരുടെ മൃഗങ്ങൾ വെള്ളത്തിനടുത്തേക്ക് എത്തുമ്പോഴേക്കും മുസ്ലിങ്ങൾ അവരെ ആക്രമിച്ചു. അവരിൽ പലരും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടിപ്പോവുകയും ചെയ്തു. ഓടിപ്പോയവരെ പിന്തുടർന്നു പോവുകയുണ്ടായില്ല. സഹാബാക്കൾ ഒട്ടകങ്ങളെയും ആടുകളെയും തെളിച്ചു കൊണ്ടുവന്നു. സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് ബനു ബക്കറിനെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ ഹസ്രത്ത് ആയിദ് ബിൻ ബസറിനെ ബനു ബക്കറിന്റെ അവസ്ഥകൾ അറിഞ്ഞു വരാൻ പറഞ്ഞുവിട്ടു. ഹസ്രത്ത് ആയിദ് തിരിച്ചു വന്ന് ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ തൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെടുകയും ബനു ബക്കറിനെ ആക്രമിക്കുകയും ചെയ്തു. അവരിലെ 10 ആളുകൾ വധിക്കപ്പെട്ടു. ഒട്ടകങ്ങളെയും ആടുകളെയും തെളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ മദീനയിലേക്ക് അവർ വളരെ വേഗം നീങ്ങുകയുണ്ടായി. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ തൻ്റെ ഏതാനും കൂട്ടുകാരെ ആടുകളോടൊപ്പം പറഞ്ഞുവിട്ടു. ഒട്ടകങ്ങളെ സ്വയം തെളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനയിലെത്തി. അതിനുശേഷമാണ് ആടുകൾ എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ 5-1 മാറ്റിവെക്കുകയും ബാക്കി മുഹമ്മദ് ബിൻ മസ്ലമയ്ക്കും കൂട്ടുകാർക്കും വിതരണം ചെയ്യുകയുമുണ്ടായി. ഒരു ഒട്ടകത്തിന് 10 ആടുകൾക്ക് സമാനമായിട്ടാണ് കൊടുത്തത്. ഇത് മുഴുവനും ചരിത്രത്തിലെ ഒരു ഗ്രന്ഥത്തിലെ നിവേദനമാണ്. അതിൽ വിശദീകരണങ്ങളില്ല. ഏതായാലും വലിയ ആക്രമണങ്ങൾ നടന്നുവെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ പിന്നീട് വിശദീകരണം വരുമായിരിക്കും. മൊത്തം 150 ഒട്ടകങ്ങളും 3000 ആടുകളും ഉണ്ടായിരുന്നു. ഈ ഉദ്യമത്തിനു വേണ്ടി ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ 19 രാത്രികൾ മദീനയ്ക്ക് പുറത്തു കഴിച്ചുകൂട്ടി. ഹിജ്രി 6-ാം വർഷം മുഹറം മാസം 29-നാണ് അദ്ദേഹം തിരിച്ച് മദീനയിൽ എത്തിയത്. വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ എഴുതുന്നു: ഹിജ്റ വർഷം ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ.
ചന്ദ്രവർഷത്തിലെ ആദ്യ മാസത്തിൽ, അതായത് മുഹറം മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നജദ് വാസികളിൽ നിന്ന് അപകടത്തെക്കുറിച്ച് അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ ആശങ്ക ഖുർത്ത ഗോത്രത്തിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഖുർത്ത ഗോത്രം ബനു ബക്കർ ഗോത്രത്തിന്റെ ശാഖയായിരുന്നു. ഇവർ നജദിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ബക്കറാത്ത് എന്ന സ്ഥലത്താണ് വസിച്ചിരുന്നത്. ഇത് മദീനയിൽ നിന്ന് 7 രാത്രികളുടെ സഞ്ചാര ദൈർഘ്യമുള്ള ഒരു സ്ഥലമാണ്. ആശങ്കയുടെ വാർത്ത കിട്ടിയ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ആളുകളുടെ ഒരു ചെറിയ സംഘത്തെ തന്റെ സഹാബിയായ മുഹമ്മദ് ബിൻ മസ്ലമയുടെ നേതൃത്വത്തിൽ നജിദിലേക്ക് അയച്ചു. പക്ഷേ അള്ളാഹു കാഫിര്യങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കിയ ഭയം കാരണം അവർ ഒരു ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം ഉടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. അന്നത്തെ യുദ്ധരീതി അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ശത്രുക്കളുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദിയാക്കാമായിരുന്നു. കാരണം ശത്രുക്കൾ അവരെ ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. എന്നാൽ മുഹമ്മദ് ബിൻ മസ്ലമ സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒട്ടകങ്ങളും ആടുകളും അടങ്ങുന്ന പൊതുവായ സാധന സാമഗ്രികൾ സമരാർജിത സ്വത്ത് എന്ന നിലയ്ക്ക് എടുക്കുകയുണ്ടായി. അതുമായി അവർ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ഒരു കാര്യം കൂടി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ശത്രു സമൂഹം മദീനയെ ആക്രമിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു. അതിനെ തടയുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സംഘത്തെ അയച്ചത്. അവിടെ പോയി അവർ സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട്ടുകൊണ്ട് സഹിഷ്ണുത കാണിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സമാമ ബിൻ ഉസാൽ ബന്ദിയാക്കപ്പെട്ടതിനെ സംബന്ധിച്ചും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ചും പരാമർശമുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ സീറത്ത് ഖാത്തുമുൻ നബീനിൽ എഴുതുന്നു, ഖുർത്ത യുദ്ധനീക്കത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് സമാമ ബിൻ ഉസാൽ ബന്ദിയാക്കപ്പെട്ട സംഭവം ഉണ്ടായത്. ഇയാൾ യമാമയിൽ വസിക്കുന്ന ആളും ബനു ഹനീഫ ഗോത്രത്തിന്റെ വളരെ സ്വാധീനമുള്ള നേതാവുമായിരുന്നു. ഇയാൾ ഇസ്ലാമിന്റെ വിരോധത്തിൽ എത്രമാത്രം മുന്നേറിയെന്നാൽ എപ്പോഴും നിർദോഷികളായ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൂതൻ ഈ പ്രദേശത്ത് പോയപ്പോൾ അയാൾ എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തി. മാത്രമല്ല ഒരിക്കൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിനും പദ്ധതിയിട്ടിരുന്നു. മുഹമ്മദ് ബിൻ മസ്ലമയുടെ സംഘം സമാമയെ ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോൾ അവർക്ക് അതാരാണെന്ന് അറിയില്ലായിരുന്നു. മാത്രമല്ല അവർ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ബന്ദിയാക്കിയിരുന്നത്. സമാമയും വളരെ ബുദ്ധിപൂർവം തൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വെളിപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. കാരണം ഇസ്ലാമിനെതിരെ വളരെ ഭയാനകമായ കുറ്റങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്നും ഇസ്ലാമിൻ്റെ ഈ സ്വാഭിമാനമുള്ള ഭടന്മാർക്ക് താൻ ആരാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ കഠിനമായി പ്രവർത്തിക്കുകയോ കൊല്ലുകയോ ചെയ്തേക്കാമെന്നും അയാൾ ശങ്കിച്ചു. കാരണം സ്വയം നിരവധി അത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ദോഷകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അയാൾ കൂടുതൽ നല്ല രീതിയിലുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയാൽ അവിടെ നിന്ന് നല്ല പെരുമാറ്റമുണ്ടാകുമെന്ന് അയാൾ കരുതി. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വരുന്നതുവരെയും മുഹമ്മദ് ബിൻ മസ്ലമയുടെ സംഘത്തിന് സമാമയുടെ വ്യക്തിത്വം ഗോപ്യമായി തന്നെ തുടർന്നു. മദീനയിൽ എത്തിയപ്പോൾ സമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. മുഹമ്മദ് ബിൻ മസ്ലമയോടും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ യാഥാർത്ഥ്യത്തെ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് സമാമയോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് കൽപ്പിച്ചു. പിന്നെ തൻ്റെ വീട്ടിൽ പോയി വീട്ടിലുള്ള ഭക്ഷണം സമാമയ്ക്ക് വേണ്ടി കൊടുത്തയച്ചു. അതോടൊപ്പം സഹാബാക്കൾക്ക് ഇപ്രകാരം നിർദ്ദേശവും നൽകി, സമാമയെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുന്നതിന് പകരം മസ്ജിദ് നബവിയുടെ മുറ്റത്ത് ഏതെങ്കിലും തൂണിൽ കെട്ടിയിട്ട് ബന്ദിയാക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളും മുസ്ലിങ്ങളുടെ നമസ്കാരവും എങ്ങനെയാണെന്ന് കാണുകയും അങ്ങനെ അയാളുടെ മനസ്സ് ആത്മീയ ദൃശ്യങ്ങൾ കണ്ട് സ്വാധീനിക്കപ്പെടണമെന്നും ഇസ്ലാമിലേക്ക് അയാൾ ചായണമെന്നുമായിരുന്നു. ഏതായാലും അങ്ങനെ തന്നെ അയാളെ ബന്ധനസ്ഥരാക്കി. അതായത് സ്വാധീനിക്കപ്പെടാതെ ദേഷ്യത്തിൽ കഴിച്ചുകൂട്ടുന്നതിനല്ല, മറിച്ച് വളരെ സാവധാനത്തിൽ അയാളെ അവിടെ കെട്ടിയിട്ടുണ്ടാകാം. സാധാരണ ബന്ദികളെ കൈകാലുകൾ ഇളക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കെട്ടിയിട്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ സമയം സമാമയുടെ അടുക്കലെത്തി.
സമാമ, എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചിരുന്നു. സമാമ ഇപ്രകാരം മറുപടി കൊടുത്തു: അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് അതിനുള്ള അവകാശമുണ്ട്. കാരണം എനിക്കെതിരിൽ കൊലക്കുറ്റം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ താങ്കൾ ഔദാര്യം കാണിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളോട് നന്ദിയുള്ളവനായിരിക്കും. ഇനി താങ്കൾ ഫിദിയ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഫിദിയ നൽകാനും തയ്യാറാണ്. 3 ദിവസം ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ തുടർന്നു. അവസാനം 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു: സമാമയെ കെട്ടഴിച്ച് സ്വതന്ത്രനാക്കുക. സഹാബാക്കൾ ഉടൻ തന്നെ സ്വതന്ത്രനാക്കി. സമാമ വളരെ വേഗം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. സഹാബാക്കൾ കരുതിയത് അയാൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും എന്നായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ഹൃദയം കീഴടക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ശക്തി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. തുടർന്ന് എഴുതുന്നു: അങ്ങനെ അയാൾ അടുത്തു തന്നെയുള്ള ഒരു തോട്ടത്തിലേക്ക് പോയി കുളിച്ചൊരുങ്ങി തിരിച്ചെത്തി. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ മുസ്ലിമായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഒരു കാലത്ത് എനിക്ക് ലോകത്ത് ഏറ്റവും അധികം താങ്കളുടെ വ്യക്തിത്വത്തിനോടും താങ്കളുടെ ദീനിനോടും താങ്കളുടെ നാടിനോടും ശത്രുതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താങ്കളുടെ വ്യക്തിത്വവും താങ്കളുടെ ദീനും താങ്കളുടെ നാടും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം പതിവ് പോലെ സമാമയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി ഒഴിവാക്കി. അപ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. ഇന്നുവരെയും സമാമ ഒരുപാട് ഭക്ഷണം കഴിച്ചിരുന്നു. ബന്ദിയാക്കപ്പെട്ട അവസ്ഥയിൽ അതായിരുന്നു കാണപ്പെട്ടത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്: അദ്ദേഹത്തെ ബന്ദിയാക്കിയെങ്കിലും അന്നപാനീയങ്ങൾ കഴിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണകാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അന്ന് അദ്ദേഹം വളരെ കുറച്ചു മാത്രമാണ് ഭക്ഷണം കഴിച്ചത്. നേരത്തെ ഒരുപാട് കഴിച്ചിരുന്നു. നല്ല കുംഭയുള്ള ആളായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് മാത്രമാണ് കഴിക്കുന്നത്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. രാവിലെ വരെ സമാമ കാഫിര്യങ്ങളെ പോലെയാണ് കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണമായി പറഞ്ഞു: കാഫിർ 7 കുടലുകളിലൂടെ ഭക്ഷണം കഴിക്കുന്നു, എന്നാൽ മുസ്ലിം ഒരു കുടലിലൂടെയാണ് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവക്ഷിച്ചത് കാഫിർ ഭൗതിക സുഖത്തിൽ മാത്രം മുഴുകുകയും അതിൽ മാത്രം ആണ്ടുപോവുകയും ചെയ്യുന്നു. അതേസമയം ഒരു സത്യസന്ധനായ മുസ്ലിം തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് മാത്രം അഥവാ ജീവിതത്തിൻ്റെ അനിവാര്യതയ്ക്ക് മാത്രമായി അതിനെ പരിമിതപ്പെടുത്തുന്നു. കാരണം യഥാർത്ഥ ആനന്ദം ദീൻ കരസ്ഥമാക്കുന്നതിലാണെന്ന് അയാൾക്കറിയാം. ഒരു കാര്യം കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു: ഇവിടെ 7 എന്ന് പറഞ്ഞ എണ്ണം സാധാരണ കണക്കിൽ വരുന്ന 7 അക്കം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊരു അറബി ശൈലിയിൽ 7 എന്നത് ഒരുപാട് അല്ലെങ്കിൽ വളരെ അധികം, അങ്ങേയറ്റം എന്നൊക്കെയുള്ള രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കാഫിർ ഭൗതിക സുഖത്തിൽ ആണ്ടുപോവുകയും അയാളുടെ മുഴുവൻ വിശ്വാസവും അതിലേക്ക് മാത്രമായിരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു വിശ്വാസി തന്നെ ഭൗതിക ആനന്ദങ്ങളിൽ നിന്ന് സ്വയം തടുക്കുകയും തൻ്റെ ആവശ്യത്തിൻ്റെ പരിധിയിൽ നിന്ന് മുന്നോട്ട് ഗമിക്കാതിരിക്കുകയും ചെയ്യും. ഈ അധ്യാപനം യഥാർത്ഥ ആനന്ദം മറ്റൊന്നാണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള നൈസർഗികമായ സ്നേഹത്തിൻ്റെയും വ്യക്തിഗത സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെയും അങ്ങേയറ്റത്തെ ഒരു സത്യസന്ധമായ ദർപ്പണമാകുന്നു. മുസ്ലിമായി കഴിഞ്ഞപ്പോൾ സമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ആളുകൾ എന്നെ ബന്ദിയാക്കിയ സമയത്ത് ഞാൻ കഅബയിൽ ഉംറ നിർവഹിക്കാൻ പോവുകയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് എന്ത് കൽപ്പനയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുമതി നൽകുകയും ദുആ ചെയ്യുകയുമുണ്ടായി. തുടർന്ന് സമാമ മക്കയിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസവീര്യം തികച്ചും മറ്റൊരു രൂപത്തിൽ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എതിർപ്പിന്റെ കാലവും വിശ്വാസത്തിന്റെ ആവേശവും വ്യതിരിക്തമായി കാണപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ മക്കയിലെത്തിയ അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ തുറന്ന നിലയ്ക്ക് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടപ്പോൾ ഖുറൈശികളുടെ കണ്ണുകളിൽ രക്തം തിളയ്ക്കാൻ തുടങ്ങി. അവർ സമാമയെ പിടിച്ച് കൊല്ലണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹം സമാമയിലെ നേതാവായിരുന്നു. യമാമയുടെ മക്കൾക്ക് വളരെ ആഴത്തിലുള്ള കച്ചവട ബന്ധങ്ങളാണുള്ളത്.
അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവർ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയും സമാമയെ ചീത്ത വിളിച്ച് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ സമാമയുടെ പ്രകൃതത്തിൽ നല്ല ആവേശമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബാക്കൾക്കുമെതിരിൽ ഖുറൈശികൾ ചെയ്തു വന്നിരുന്ന ദ്രോഹങ്ങളെല്ലാം സമാമയുടെ കൺമുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം മക്കയിൽ നിന്ന് പോകുമ്പോൾ ഖുറൈശികളോട് പറഞ്ഞു, അള്ളാഹുവാണെ, മേലിൽ യമാമയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മണി ധാന്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുമതിയില്ലാതെ കിട്ടുന്നതല്ല. അദ്ദേഹം തന്നെ നാട്ടിലെത്തി മക്കയിലേക്കുള്ള യമാമയുടെ കച്ചവട സംഘങ്ങളുടെ പോക്കുവരവ് നിർത്തലാക്കി. മദീനയിലേക്കുള്ള ഭക്ഷണത്തിന്റെ ഒരു വലിയ പങ്കും യമാമയിൽ നിന്നാണ് വന്നിരുന്നത്. അതുകൊണ്ട് ഈ കച്ചവടം മുടങ്ങിയപ്പോൾ മക്കയിലെ ഖുറൈശികൾ കഠിനമായ പ്രയാസത്തിൽ അകപ്പെട്ടു. കൂടുതൽ സമയം ആകുന്നതിന് മുമ്പേ അവർ പരിഭ്രാന്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷത്തിലേക്ക് ഒരു കത്തയച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എപ്പോഴും ബന്ധുത്വത്തെക്കുറിച്ച് കൽപ്പന നൽകുന്നു. ഞങ്ങൾ താങ്കളുടെ അടുത്ത രക്തബന്ധുക്കളാണ്. ഞങ്ങളുടെ ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചേരും. ആ സമയത്ത് മക്ക ഖുറൈശികൾ വളരെയേറെ അസ്വസ്ഥതയിലുമായിരുന്നു. അതുകൊണ്ട് അവർ കത്തയച്ചതിനെ മാത്രം തൃപ്തിപ്പെട്ടില്ല. കൂടാതെ തങ്ങളുടെ നേതാവായ അബൂ സുഫിയാൻ ബിൻ ഹർബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമക്ഷത്തിൽ ഹാജരാക്കി നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അയക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ എത്തി വളരെ കരഞ്ഞു വിലപിച്ച് തങ്ങളുടെ പ്രയാസത്തെ സംബന്ധിച്ച് അറിയിക്കുകയും കാരണത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ ഭക്ഷ്യസാധനങ്ങളുമായി പോകുന്ന ഖുറൈശികളുടെ സംഘങ്ങളെ തടയണമെന്ന് സമാമ ബിൻ ഉസ്സാലിനോട് നിർദ്ദേശം നൽകി. അങ്ങനെ ഈ കച്ചവടം പിന്നെയും തുടർന്നു പോന്നു. മക്കക്കാർക്ക് ഈ പ്രയാസത്തിൽ നിന്ന് മോചനവും ലഭിച്ചു. ഈ സംഭവം തിരുനബിയുടെ അനുപമമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഓർമ്മയുടെയും വ്യക്തമായ സാക്ഷ്യമാകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സംഘങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ലക്ഷ്യം ഖുറൈശികളെ പട്ടിണിപ്പെടുത്തി നശിപ്പിക്കുകയല്ലായിരുന്നു. മറിച്ച് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളെ ഖുറൈശികളിൽ നിന്നുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് തെളിയുന്ന മറ്റൊരു കാര്യം, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ യുദ്ധത്തിലെ എതിരാളികളാണെങ്കിൽ പോലും പൊതുവായ സാഹചര്യത്തിൽ അവരുമായി എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ച് അവർക്ക് അന്നപാനീയങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് തടയുന്നത് അഭികാമ്യമല്ല എന്നാണ്. യുദ്ധസാമഗ്രികൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലാതെയുള്ള മറ്റ് അടിസ്ഥാന സാധനങ്ങൾ വേറെന്തെല്ലാമാണ്? യുദ്ധ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തടയാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ ലോകക്രമം വളരെ വിചിത്രമായ ഒരവസ്ഥയിലാണുള്ളത്. ദരിദ്രരായ ജനങ്ങളിലേക്ക്, ഒന്നും ലഭിക്കാത്ത സാധാരണക്കാരിലേക്ക് ഭക്ഷണ സാമഗ്രികൾ യുദ്ധാവസരത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവിടെ തീവ്രവാദമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴികഴിവ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഭൗതികരായ ആളുകളുടെ നിലപാടാണ്, ഇസ്ലാമിക അധ്യാപനമല്ല. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ഭക്ഷണം തടയുകയാണെങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ പാഠം ഇപ്രകാരമാകുന്നു: ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തടയുന്നതാണ്. അത് അനുവദനീയവുമായിരിക്കും. അത് പ്രതികാരത്തിന് പ്രതികാരം എന്ന നിലയിലേക്ക് എത്തുന്നില്ല. പറഞ്ഞു വന്നതുപോലെ സമാമ ബിൻ ഉസാൽ തൻ്റെ നാട്ടിലെ വളരെ സ്വാധീനമുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവേശഭരിതമായ തബ്ലീഗ് കാരണം യമാമയിലെ നിരവധി ആളുകൾ ഇസ്ലാമിൽ പ്രവേശിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ തൊട്ടടുത്തും ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ ആരംഭത്തിലും വ്യാജ നുബുവത്ത് വാദിയായ മുസൈലിമ കസ്സാബിന്റെ പിന്നിൽ യമാമയിലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് മുർത്തതായെങ്കിലും ഗ്രാമീണ തമാമ ഇസ്ലാമിൽ വളരെ ശക്തമായി ഉറച്ചു നിന്നു. കൂടാതെ അദ്ദേഹം തന്റെ ആവേശഭരിതമായ പ്രയത്നം മുഖേന നിരവധി ആളുകളെ മുസൈലിമയുടെ ദ്രോഹത്തിൽ നിന്ന് സംരക്ഷിച്ച് ഇസ്ലാമിക പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും മുസൈലിമയുടെ ഫിത്ന ഇല്ലാതാക്കാൻ വളരെ പ്രകടമായ രീതിയിൽ അന്വേഷിക്കുകയും ചെയ്തു. ഇതാണ് ഈ സരിയ അഥവാ യുദ്ധനീക്കത്തിന്റെ മൊത്തത്തിലുള്ള വിവരണം. ഇന്ന് കുറച്ച് ജനാസകളും നമസ്കരിപ്പിക്കാനുണ്ട്. ഒന്ന് ജനാസ ഹാസിർ ആണ്.
ജനാസ എത്തിയിട്ടുണ്ടോ? ജനാസ ഹാസിർ അബ്ദുൽ ലത്തീഫ് ഖാൻ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം മിഡിൽ സെക്സ് റീജിയനിലെ അമീറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഡിസംബർ 11 85 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാമിൻ്റെ സഹാബി ഹസ്രത്ത് മുഹമ്മദ് സുഹൂർ ഖാൻ സാഹിബ് പട്ടിയാലവിയുടെ മകനും ഹസ്രത്ത് മുസ്ലിം മൗദിൻ്റെ വിഷഗ്ഗരനായ ഹസ്രത്ത് ഡോക്ടർ ഹഷ്മത്തുള്ള ഖാൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദര പുത്രനും ആയിരുന്നു. ഡോക്ടർ ഹഷ്മത്തുള്ള ഖാൻ സാഹിബ് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വകാര്യ ഡോക്ടറായിരുന്നു. അബ്ദുൽ ലത്തീഫ് ഖാൻ സാഹിബ് UK ജമാഅത്തിലെ ആദ്യകാല അംഗങ്ങളിൽപ്പെട്ട ആളാകുന്നു. 65 വർഷത്തോളം പ്രാദേശിക കേന്ദ്ര തലങ്ങളിൽ സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൺസലോ ജമാഅത്തിന്റെ പ്രഥമ സദറായിരുന്നു. അതുകൂടാതെ ദേശീയ തലത്തിൽ വസായ സെക്രട്ടറി, തബ്ലീഗ് സെക്രട്ടറി, ഇസ്തനാത്ത സെക്രട്ടറി എന്നീ നിലകളിലും റീജിയണൽ അമീറായും സേവനം ചെയ്തിട്ടുണ്ട്. മർഹൂം നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അത് ക്രിസ്തുനിഷ്ഠയും കാണിച്ചിട്ടുണ്ടായിരുന്നു. സഹാനുഭൂതിയും സൗഹൃദവും ആകർഷകമായ സംസാര ശൈലിയും അധ്വാനവും അനുസരണശീലവും ആത്മാർത്ഥതയുമുള്ള നല്ല വ്യക്തിയും ആയിരുന്നു. ഖിലാഫത്തുമായി വളരെ ആഴത്തുള്ള ബന്ധവും വിശ്വാസവും ഉണ്ടായിരുന്നു. ജമാഅത്തി സേവനങ്ങൾക്ക് എപ്പോഴും സജ്ജമായിരുന്നു. തൻ്റെ റീജിയനിൽ ഉണ്ടാക്കുന്ന എല്ലാ മസ്ജിദുകൾക്കും സംഭാവന സ്വരൂപിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. തബ്ലീഗിലും വലിയ തൽപരനായിരുന്നു. ഹോൺസ്ലോയിലെ ഹിന്ദുക്കളുമായും സിഖുകാരുമായും നല്ല ബന്ധമായിരുന്നു. എപ്പോഴും ജമാഅത്തി പരിപാടികളിൽ അവരുടെ ഒരുപാട് ആളുകളെയും കൊണ്ട് അവർ വന്നിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 പെൺമക്കളും 4 ആൺമക്കളുമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ ജമാഅത്തി ജോലികളിലാണുള്ളത്. നിരവധി പേരക്കുട്ടികളുള്ള നല്ല വലിയ കുടുംബമാണ്. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. മക്കളെയും അദ്ദേഹത്തിൻ്റെ തലമുറകളെയും ഖിലാഫത്തിനോടൊപ്പം പ്രതിബദ്ധത കാണിക്കുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തേത് ജനാസ ഗായിബാകുന്നു. ഇത് തൊയ്യബ് അഹമ്മദ് സാഹിബ് ഷഹീദ് ഇബ്നു മൻസൂർ അഹമ്മദ് സാഹിബ് രാജൻപൂർ റാവൽപിണ്ടിയുടേതാണ്. തൊയ്യബ് അഹമ്മദ് സാഹിബിനെ റാവൽപിണ്ടിയിൽ ഒരു അഹമ്മദിയ വിരോധി ഡിസംബർ 5 മഴുകൊണ്ട് വെട്ടി ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യിബ് അഹമ്മദ് സാഹിബ് ഷഹീദ് ഏതാനും ദിവസം മുമ്പ് രാജൻപൂരിൽ നിന്ന് റാവൽപിണ്ടിയിലേക്ക് തൻ്റെ സഹോദരൻ താഹിർ അഹമ്മദ് കമറിൻ്റെ റാവൽപിണ്ടിയിലുള്ള കച്ചവടത്തിൽ സഹായിക്കാനായി എത്തിയതായിരുന്നു. ഷഹീദ് മർഹൂം സഹോദരൻ്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞാനുമായി തർക്കിക്കുന്നത് എന്തിനാണ്? ഞാൻ ഇവിടെ അതിഥിയായി വന്നതാണ്. പക്ഷേ എന്നിട്ടും അയാൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിലും കഴുത്തിലും പുറത്തും മഴുകൊണ്ട് വെട്ടുകയും ചെയ്തു. അങ്ങനെ തയ്യിബ് അഹമ്മദ് സാഹിബ് തൽക്ഷണം ഷഹീദായി. താഹിർ അഹമ്മദ് കമർ സാഹിബ് അല്പം ദൂരെയായിരുന്നു. തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ അവിടേക്കെത്തി. ആക്രമി സംഘത്തിന് നേരെയും അക്രമിയായ അദ്ദേഹത്തിന് നേരെയും മഴുവുമായി നീങ്ങുകയുണ്ടായി. അദ്ദേഹം വളരെ പ്രയാസകരമായ രീതിയിൽ തന്നെ രക്ഷിച്ചു. ഈ സംഭവത്തിനിടയിൽ ആക്രമി ജമാഅത്തിനെതിരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. കാദിയാനികളെ, നിങ്ങളോട് ഈ സ്ഥലം വിട്ടുപോകണമെന്ന് പലതവണ പറഞ്ഞതാണ്. ഏതായാലും അയാൾ സംഭവത്തിന് ശേഷം ഓടിപ്പോയി. പക്ഷേ പോലീസ് അയാളെ പിടികൂടിയിട്ടുണ്ട്. ഇനി കേസ് എന്താകുമെന്ന് നോക്കാം. ഷഹീദ് മർഹൂമിൻ്റെ സഹോദരൻ താഹിർ അഹമ്മദും കുടുംബത്തിലെ മറ്റംഗങ്ങളും കച്ചവടാവശ്യാർത്ഥം റാവൽപിണ്ടിയിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എതിർപ്പും ഭീഷണിയും കാരണം ഈ കുടുംബത്തിന് 4 തവണ കച്ചവട സ്ഥലം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. 3 ദിവസം മുമ്പ് അവരുടെ താമസ സ്ഥലവും ഒഴിപ്പിക്കുകയുണ്ടായി. പലതവണ എതിരാളികൾ കല്ലെറിയുകയും കച്ചവടത്തിൽ നഷ്ടം വരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരിൽ കൊടുക്കുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പോലീസ് പലപ്പോഴും അവരെ വിളിച്ച് വരുത്താറുണ്ടായിരുന്നു. ഈ എല്ലാ അവസ്ഥകളെയും അവർ വളരെ ധൈര്യത്തോടെ നേരിട്ടു. ഷഹീദ് മർഹൂമിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രപിതാമഹൻ
ഉമറുദ്ദീൻ സാഹിബ് ഓഫ് ഖാദിയാൻ മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. ഷഹീദിന്റെ പിതാമഹൻ അഹമ്മദ് ദീൻ സാഹിബിന് മിസ്ത്രി എന്ന നിലയ്ക്ക് മിനാരത്തിൽ മസീഹിന്റെ നിർമ്മാണത്തിലും ഭാഗഭാക്കാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഫുർഖാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഹിജ്റത്ത് വേളയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി തൻ്റെ സംഘത്തിലും ഉണ്ടായിരുന്നു. ഇദ്ദേഹം പാകിസ്ഥാനിൽ വന്ന് റഹീം യാർ ഖാൻ ജില്ലയിലെ കാന്താർ സിംഗ് എന്ന സ്ഥലത്ത് ജമാഅത്ത് സ്ഥാപിക്കുകയും അവിടെ ജമാഅത്ത് സദറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദിയ മസ്ജിദിന്റെ നിർമ്മാണത്തിലും പ്രകടമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ഷഹീദ് മർഹൂം രോഗിയായ കാരണത്താൽ വിദ്യാഭ്യാസം ആർജിച്ചിട്ടില്ല. പക്ഷേ എഴുത്തും വായനയും അറിയാമായിരുന്നു. ലളിത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. കൃഷിപ്പണിയും മറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. 5 നേര നമസ്കാരങ്ങളിലും തഹജ്ജുദിലും ശുഷ്കാന്തി കാണിക്കുകയും വികാരങ്ങളിലും തഹജ്ജുദിലും വീട്ടിലെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഖിലാഫത്തിനോട് അനിതര സാധാരണമായ സ്നേഹമായിരുന്നു. മാതാപിതാക്കളെയും നല്ലപോലെ സഹായിച്ചിരുന്നു. കുടുംബക്കാരോടുള്ള സഹാനുഭൂതി പ്രകടമായിരുന്നു. ജുമാ നമസ്കാര കാര്യത്തിൽ പ്രത്യേക ശുഷ്കാന്തി കാണിച്ചിരുന്നു. ആദ്യ സമയത്ത് തന്നെ മസ്ജിദിലെത്തുകയും ചെയ്തിരുന്നു. ഷഹീദ് മർഹൂമിന്റെ പിതാവ് മൻസൂർ സാഹിബ് പറയുന്നു, ചെറുപ്പത്തിൽ ഒരിക്കൽ അദ്ദേഹം ഇശ നമസ്കരിക്കാതെ കിടന്നുറങ്ങി. എന്നാൽ രാത്രിയിൽ ആരോ വന്ന് ശക്തമായി ഉണർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് നമസ്കരിക്കാത്തതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. മാത്രമല്ല തഹജ്ജുദിന്റെ കാര്യത്തിലും ശുഷ്കാന്തി കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗസാല സാഹിബ് പറയുന്നു, 5-6 വർഷം മുമ്പാണ് വിവാഹം നടന്നത്. അദ്ദേഹം എപ്പോഴും എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നത് നമസ്കാരം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം എന്നായിരുന്നു. ജില്ലാ മുബല്ലിഗ് മഹ്മൂദ് അഹമ്മദ് റിന്ദ് സാഹിബ് എഴുതുന്നു, ഷഹീദ് മർഹൂമിനെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജമാഅത്തിന്റെ സേവനങ്ങൾക്ക് എപ്പോഴും സന്നദ്ധനാണ്. എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് പറയണം. ഇദ്ദേഹം വഖഫ് ചെയ്തിരുന്നവരെ നല്ലപോലെ സ്നേഹിക്കുന്ന മിതഭാഷിയായ വ്യക്തി ആയിരുന്നു. പള്ളിയിൽ വരുമ്പോൾ സുന്നത്ത് അനുഷ്ഠിച്ചതിന് ശേഷം സിക്റെ ഇലാഹിയിൽ മുഴുകുമായിരുന്നു. മർഹൂമിന്റെ സന്തപ്ത കുടുംബത്തിൽ പിതാവ്, മാതാവ് മഖ്സൂദ ബീവി സാഹിബ, ഭാര്യ ഗസാല സാഹിബ, 2 സഹോദരന്മാർ എന്നിവർ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ വഖഫ് ജദീദ് മുഅല്ലിം ആണ്. മർഹൂമിന് മക്കളില്ല. പദവികൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുകയും സന്തപ്ത കുടുംബത്തിന് നല്ല രീതിയിലുള്ള ക്ഷമ നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ജനാസ ഗായിബ് ഫലസ്തീനിലെ മുഹനിദ് മുഅയ്യിദ് അബു അവാദ് ഉസ്സയുടേതാണ്. ഇദ്ദേഹം ഒരു ഡ്രോൺ ആക്രമണത്തിൽ 20ാമത്തെ വയസ്സിൽ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കബാബീർ ജമാഅത്ത് അമീർ ഷെരീഫ് ഓദെ സാഹിബ് പറയുന്നു, മുഹാനിദ് മുഅയ്യിദ് അബു അവാദ് 20 വയസ്സുള്ള അന്തർമുഖനും മിതഭാഷിയും കുട്ടിയുമായിരുന്നു. യുദ്ധാവസ്ഥ ആയിരുന്നിട്ട് പോലും എപ്പോഴും പ്രസന്ന ഭാവത്തിലാണ് കഴിഞ്ഞുകൂട്ടിയിരുന്നത്. ഇദ്ദേഹം തന്നെ പിതാവിനോടൊപ്പം ഗാസയുടെ തെക്ക് ഭാഗത്ത് ഖാൻ യൂണിവേഴ്സിറ്റി എന്ന സ്ഥലത്തിന് സമീപം ഹ്യൂമാനിറ്റി ഫസ്റ്റ് ക്യാമ്പിൽ താവളമടിച്ചിരുന്നു. അദ്ദേഹം അവിടെ നമസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, ഹ്യൂമാനിറ്റി ഫസ്റ്റുകാർ പറയുന്നത് തങ്ങളുടെ വളരെ നല്ല വോളണ്ടിയർ ആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാവ് മുഅയ്യിദ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. ഇദ്ദേഹം 2009-2010 കാലങ്ങളിൽ തൻ്റെ കുടുംബത്തോടൊപ്പം ബയ്യത്ത് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ മുഹനിദ് മർഹൂം ഹ്യൂമാനിറ്റി ഫസ്റ്റ് ടീമിൽ വോളണ്ടിയർ എന്ന രീതിയിൽ വളരെ സക്രിയമായിരുന്നു. മുഹനിദ് തൻ്റെ കുടുംബത്തിൻ്റെ സഹായങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. ഭക്ഷണത്തിന് ആ പ്രദേശത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നത് ഒരു വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ അവിടെ വളരെ മോശം അവസ്ഥയാണ് ഉള്ളത്. ഗാസയിൽ പോകുന്നതിന് ഇസ്രായേൽ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സഹായത്തിന് വേണ്ടി പോകുന്ന ട്രക്കുകൾ അവർ തടയുന്നു. ഷഹാദത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഹനിദ് ഗാസയുടെ തെക്ക് റഫ എന്ന സ്ഥലത്ത് ഭക്ഷണം അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്തു കൂടെ ഭക്ഷണത്തിനുള്ള സഹായവും മറ്റും നിറച്ച വണ്ടികൾ കടന്നുപോയിരുന്നു.
പക്ഷേ അതിൽ അധികത്തെയും നശിപ്പിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പല യുവാക്കളും തങ്ങളുടെ അവിടെ നശിപ്പിച്ചു കിടക്കുന്ന സാധനങ്ങളിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി പോയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും മണ്ണ് ചേർന്ന ഗോതമ്പ് പൊടി കിട്ടിയിരുന്നു. അതായത് മണ്ണ് കലർന്നിട്ടുള്ള ആട്ടയാണ് കിട്ടിയിരുന്നത്. പക്ഷെ അതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിരുന്നു. മൊഹനിദ് ഒരിക്കൽ അവിടെ പോയപ്പോൾ ഭാഗ്യവശാൽ അവിടെ തൻ്റെ കുടുംബത്തിനും അയൽക്കാർക്കുമുള്ള കുറച്ച് ആട്ട കിട്ടിയതും അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു. കുറേ ആളുകൾക്ക് ജീവിച്ചു പോവാമെന്ന് കരുതി ഉമ്മയും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് മേലിൽ അവിടെ പോകരുതെന്ന് പറഞ്ഞ് ശാസിച്ചു. കാരണം അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അത്ഭുതത്തിൽ കുറവല്ലായിരുന്നു. നീ ഇപ്പോൾ യുവാവാണ്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് നീ അവിടേക്ക് പോകരുത്. നീ അവിടെ ഏതാനും കിലോഗ്രാം ആട്ടയ്ക്ക് വേണ്ടി അവിടെ പോകരുത്. സ്വന്തം ജീവനെ അപകടത്തിൽപ്പെടുത്തരുത്. ഏതായാലും ഡിസംബർ 3 വീണ്ടും അദ്ദേഹം തൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം അന്വേഷിച്ച് അവിടേക്ക് പോയി. അവിടെ ഒരു ഫലസ്തീനിയൻ സഹോദരൻ്റെ മൃതദേഹം കാണാനിടയായി. അവിടെ എത്തിയപ്പോൾ ഏതാനും പട്ടികൾ മൃതദേഹത്തെ കടിച്ചു കീറുന്നതാണ് കാണുന്നത്. അതിൽ അദ്ദേഹത്തിന് വലിയ സങ്കടം വരികയും യഥാർത്ഥ ലക്ഷ്യം മറന്നു പോവുകയും ചെയ്തു. അങ്ങനെ മറവടക്കുന്നതിന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ്. ഇതിനിടയിൽ പരിക്കേറ്റ ഒരു സ്ത്രീയുടെയും മകളുടെയും സഹായത്തിന് വിളിച്ചുകൊണ്ടുള്ള നിലവിളി കേൾക്കാൻ ഇടയായി. അവർ പരിക്കേറ്റ ഒരാളെ എടുക്കുന്നതിനിടയിൽ ഇസ്രായേലി വിമാനം പെട്ടെന്ന് അവർക്ക് മേൽ മിസൈൽ തൊടുക്കുകയുണ്ടായി. മെഹനദും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും പരിക്കേറ്റ സ്ത്രീയും തൽക്ഷണം ഷഹീദായി. മൂന്നാമത്തെ സുഹൃത്ത് രക്ഷപ്പെട്ടു. അദ്ദേഹമാണ് ഈ വേദനാജനകമായ സംഭവം കേൾപ്പിച്ചത്. പറയുന്നു, അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി മെഹനദിൻ്റെയും കൂടെയുള്ളവരുടെയും മൃതദേഹങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹവും അവിടെ കൊല്ലപ്പെട്ടു. ഒടുവിൽ ഇന്നലെ ഒരു ദിവസം മുമ്പ് അദ്ദേഹത്തിന് മൃതദേഹം ലഭിക്കുകയുണ്ടായി. മെഹനദിൻ്റെ പിതാവ് മുഅയ്യിദ് സാഹിബ് ജമാഅത്തിലെ വളരെ ആത്മാർത്ഥതയുള്ള വിനീത സേവകനാകുന്നു. അദ്ദേഹം എപ്പോഴും ജമാഅത്തി സേവനം ചെയ്യാനുള്ള അന്വേഷണത്തിലാണ് ഉണ്ടാകാറുള്ളത്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് ക്യാമ്പിൽ നമസ്കാരത്തിന് വേണ്ടിയുള്ള സ്ഥലം വൃത്തിയാക്കാൻ അദ്ദേഹം മറ്റാരെയും അനുവദിച്ചിരുന്നില്ല. സ്വയം തന്നെ അത് ചെയ്തിരുന്നു. എപ്പോഴും ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ജോലികൾ നിർവഹിച്ചു പോന്നു. ഷഹീദിന്റെ പിതാവിനും അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്നു. വിവിധ മസ്ജിദുകളിൽ പോയി മസീഹ് വന്നിരിക്കുന്നു എന്ന് ഉറക്കെ വിളംബരപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മർദ്ദനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച കാരണത്താൽ പ്രാദേശിക ഭരണകൂടം അദ്ദേഹത്തെ മുർത്തദാണെന്ന് വിളിച്ചുകൊണ്ട് ആഴ്ചകളോളം ജയിലിൽ ഇടുകയുണ്ടായി. പക്ഷേ ഈ എല്ലാ പ്രയാസഘട്ടങ്ങളിലും അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ല. ജൂബിലിയിൽ കഴിയുമ്പോൾ ഒരു ചാരൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ശക്തമായി ഇടിക്കുകയും അത് കാരണം ആ ചെവിയുടെ കേൾവി ശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ഏതായാലും ഷഹീദ് മർഹൂമിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജമാഅത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും വലിയ ത്യാഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവരെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ഷഹീദ് മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത ജനാസ കാദിയാനിലെ ദർവേഷ് മൗലവി മുഹമ്മദ് ഹഷ്മത്തുള്ള സാഹിബ് ഭട്ടിൻ്റേതാണ്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം 100ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയ്യൂബ് ഭട്ട് സാഹിബ് തൻ്റെ ഒരു വിവരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മാതാവ് കരീം ബീബി സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. ഇവർ കശ്മീരിലെ മീർപൂർ നിവാസിയായിരുന്നു. അവിടെ സഹോദരൻ സയ്യിദ് അർഷദ് അലി സാഹിബ് ഖാദിയാനിൽ നിന്ന് തബ്ലീഗുമായി എത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തബ്ലീഗ് മുഖേന ഉമ്മ അഹമ്മദിയത്ത് സ്വീകരിച്ചു. പിന്നെ പിതാവും ബയ്യത്ത് ചെയ്തു. അയ്യൂബ് ഭട്ട് സാഹിബ് ദർവേഷിൻ്റെ ലിഖിതമനുസരിച്ച് മർഹൂം നിറഞ്ഞ യൗവനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരയിൽ സഞ്ചരിക്കുന്നതായി സ്വപ്നം കണ്ടിരുന്നു. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് അള്ളാഹുവിൻ്റെ ദീനിലുള്ള ജോലി നിർവഹിക്കാൻ തൗഫീക്ക് കിട്ടുമെന്ന് പറയുകയുണ്ടായി.
1939 മൗലവി സാഹിബ് തന്റെ ജീവിതം വഖഫ് ചെയ്തു. ജമാഅത്തി സംവിധാനം അദ്ദേഹത്തിന് ഇറാനിൽ പോകാൻ കൽപ്പന നൽകി. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പോകാൻ ഉത്തരവ് കിട്ടി. കാബൂളിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം ക്വയറ്റയിലെത്തിയപ്പോൾ അമീർ ജമാഅത്ത് ക്വയറ്റ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കാദിയാനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഹിജ്റത്ത് ചെയ്ത് ലാഹോറിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. മൗലവി സാഹിബ് റബൂവിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബിർളയിലേക്കുള്ള അവസാന ട്രക്കാണ് പോകുന്നത്. അതിനുശേഷം ഒരുപക്ഷെ വേറൊരു ട്രക്കും പോകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ കാദിയാനിലേക്ക് പോവുക. കാദിയാനിലെത്തിയാൽ മൗലവി സാഹിബിന് വിവിധ സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ തബ്ലീഗിന് മൗലവികളെ അയച്ചപ്പോൾ ഇദ്ദേഹത്തെയും വിടുകയുണ്ടായി. യുപിയിലെ ഝാൻസിയിലേക്കാണ് ആദ്യം പറഞ്ഞു വിട്ടത്. അവിടെ അദ്ദേഹം നല്ല രീതിയിൽ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഹിന്ദുക്കളുമായും നല്ല സൗഹൃദത്തിലായിരുന്നു. പറയുന്നു, ഒരിക്കൽ ഒരു ഹിന്ദു ഗുരു രോഗിയായപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ മൗലവി സാഹിബിനോട് മരുന്ന് തരാൻ ആവശ്യപ്പെട്ടു. മൗലവി സാഹിബ് അദ്ദേഹത്തോട് രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി മുസ്ലിം മൗദിനെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അദ്ദേഹം തന്നെ മരുന്നുകളുടെ ബോക്സ് തുറന്ന് ഇന്ന മരുന്ന് കൊടുക്കുക എന്ന് എന്നോട് പറഞ്ഞു. മൗലവി സാഹിബ് പറയുന്നു, രാവിലെ ഉണർന്നപ്പോൾ ആ കുപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് 3 നേരത്തേക്കുള്ള മരുന്ന് ഗുരുജിക്ക് കൊടുത്തുവിട്ടു. അങ്ങനെ അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം ഹോമിയോ ഡിഗ്രിയും കരസ്ഥമാക്കി. അദ്ദേഹം മുഖേന നിരവധി സൽപ്രകൃതരായ ആളുകൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഡോക്ടർ മഹമ്മൂദ് ഭട്ട് സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ദർവേഷ് സാഹിബിൻ്റെ മരുമകൾ ഡോക്ടർ മഞ്ജു ഭട്ടും വഖഫ് ചെയ്ത് ദീർഘകാലം ഘാനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാദിയാനിലെ നൂർ ഹോസ്പിറ്റലിൽ സേവന നിരതരാണ്. അതുപോലെ വേറൊരു മകനും അമേരിക്കയിൽ ഡോക്ടറാണ്. അള്ളാഹു മർഹീമിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും തലമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഡോക്ടർ മസൂദ് അഹമ്മദ് മലിക് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം USA മുൻ നായിബ് അമീർ ആയിരുന്നു. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം 86-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബിയായിരുന്ന ഹദ്റത്ത് അൽഹാജ് മൗലവി മുഹമ്മദ് അബ്ദുള്ള സാഹിബിൻ്റെ പ്രപൗത്രനും മലിക് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പുത്രനുമായിരുന്നു. 2000-ൽ ഹജ്ജ് നിർവഹിക്കാനും തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം നെബ്രാസ്കയിൽ നിന്ന് അനിമൽ ന്യൂട്രീഷൻ സ്റ്റഡീസിൽ PhD എടുക്കുകയും പിന്നെ വിവിധ ജമാഅത്തുകളിൽ ജോലി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തി സേവനങ്ങളിൽ 2013 മുതൽ അമേരിക്കയിലെ നായിബ് അമീർ എന്ന നിലയ്ക്കും 88 മുതൽ 2013 വരെ അമേരിക്കയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും കർമ്മനിരതയാകാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. അതുകൂടാതെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ജമാഅത്തിൻ്റെ സദറുമായിരുന്നു. വാഷിങ്ടണിലും സദർ ജമാഅത്ത് ആയിട്ടുണ്ട്. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റെവലേഷൻ, റേഷണാലിറ്റി, നോളജ് ആൻഡ് ട്രൂത്ത് എന്ന ഗ്രന്ഥത്തിന് വേണ്ടി വിവിധ ശാസ്ത്ര മാസികകളുടെ ഉദ്ധരണികൾ തിരഞ്ഞെടുക്കുന്ന ടീമിനോടൊപ്പം സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സേവനവും അദ്ദേഹത്തെ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിൻ്റെ സേവനവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രകൃതി കുറേ കാലം നീണ്ടുപോകേണ്ടതായിരുന്നു. അമേരിക്ക ജമാഅത്ത് അമീർ സാഹിബ് എഴുതുന്നു, ഡോക്ടർ സാഹിബ് പതിറ്റാണ്ടുകളോളം അമേരിക്കയിൽ ജമാഅത്തിൽ വളരെ ആത്മാർത്ഥമായും കൂറോടുകൂടിയും അനുസരണത്തോടുകൂടിയും കാലത്തിൻ്റെ ഖലീഫയുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും ലബ്ബൈക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തിനോട് വിധേയനും അനുസരണശാലിയും കാലത്തിൻ്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾക്ക് എപ്പോഴും ലബ്ബൈക്ക് പറയുന്ന ആളും ജമാഅത്തി സംവിധാനത്തിനെ കുറിച്ച് അവബോധമുള്ള ആളും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളും എപ്പോഴും ജമാഅത്തി സേവനത്തെ
പാലിക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫരീദ സാഹിബ എഴുതുന്നു, മലിക് സാഹിബ് തൻ്റെ കൂടുതൽ സമയവും ജമാഅത്തി സേവനത്തിൽ ചെലവഴിക്കാനാണ് ശ്രമിച്ചിരുന്നത്. അങ്ങനെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഓഫീസിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി ആഴ്ചയിൽ 4 ദിവസവും 10 മണിക്കൂർ വീതം തൻ്റെ ഔദ്യോഗിക ജോലി നിർവഹിച്ചിരുന്നു. തൻ്റെ 10 മണിക്കൂർ ജോലിക്ക് ശേഷം പലപ്പോഴും നേരെ മസ്ജിദിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരുപാട് നേരം ജോലിയിൽ വ്യാപൃതനാകുമായിരുന്നു. പറയുന്നു, ജമാഅത്തി ഓഫീസിൽ ജോലി ചെയ്യാൻ പരമാവധി സമയം കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും റിഷ്തനാത്ത വണ്ടിയിൽ ഇരുന്നു തന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ജമാഅത്തി സമ്പത്ത് സംരക്ഷിക്കുന്നതിലും അത് ചെലവഴിക്കുന്നതിലും വളരെയേറെ ശുഷ്കാന്തി പുലർത്തിയിരുന്നു. മാത്രമല്ല, തൻ്റെ കൂടെയുള്ളവരോട് ഇങ്ങനെ പറയുമായിരുന്നു, ജമാഅത്തിൽ ആളുകൾക്ക് ആയാസരഹിതമായ അവസ്ഥയാണുള്ളത്. എന്നിട്ടും വേദനയോടുകൂടി ചെലവ് ചെയ്യേണ്ട ഒരവസ്ഥയിലല്ല പലരും അത് ചെയ്യുന്നത്. അനാവശ്യമായി ചെലവഴിക്കുന്നു. ഇതേപ്പറ്റി ഇദ്ദേഹത്തിനും പഴയകാലത്തുള്ള ആളുകൾക്കും ജമാഅത്തി സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ വലിയ വേദന ഉണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെയല്ല ചെലവഴിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ചും ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നു, മർഹൂം എപ്പോഴും ജമാഅത്തി സേവനത്തിൽ മുഴുകി ഇരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ മേശയ്ക്ക് മുന്നിൽ ഒരു വലിയ സൈൻ ബോർഡിൽ വാട്ട് ഹാവ് ഐ ഡൺ ടുഡേ ഇൻ ദ സർവീസ് ഓഫ് മൈ ജമാഅത്ത് എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. മർഹൂം ശരിയായ നിലയിൽ എല്ലാ ദിവസവും ജമാഅത്തി സേവനത്തിൽ നിരതനായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മലിക് മുബാറക് സാഹിബ് പറയുന്നു, ബൈത്തുർ റഹ്മാൻ മസ്ജിദ് നിർമ്മാണ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. ആഴ്ചകളോളം ഒരുപാട് നേരം ജമാഅത്തി ജോലികളിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയുന്ന നിരവധി ആളുകൾ എഴുതുന്നു, ജമാഅത്തി സംവിധാനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയേറെ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. തൻ്റെ മക്കളിലും അദ്ദേഹം ജമാഅത്തിനോടുള്ള സ്നേഹം വളർത്താൻ ശ്രമിച്ചിരുന്നു. സ്വയം തക്വയുടെ മാർഗങ്ങളിൽ ചരിക്കുകയും മക്കളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബന്ധുത്വം, അടുത്തും അകലെയുമുള്ള ബന്ധുക്കളോട് നല്ല രീതിയിൽ ബന്ധുത്വം പുലർത്തിയിരുന്നതും അദ്ദേഹത്തിൻ്റെ ഉന്നത സ്വഭാവമായിരുന്നു. ആവശ്യക്കാരെ എപ്പോഴും സഹായിച്ചിരുന്നു. രോഗികളെ സന്ദർശിക്കാൻ ഏറ്റവും ആദ്യം എത്തുമായിരുന്നു. വളരെ വിനയാന്വിതനും നല്ല ആതിഥേയനും ജ്ഞാനിയും ആത്മാർത്ഥനും കൂറുള്ളവനുമായ വ്യക്തിയായിരുന്നു. ഓരോ ജോലിയും വളരെ വിശദമായും സസൂക്ഷ്മവും ചെയ്തിരുന്നു. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാൻ അത് നിറവേറ്റിയിരുന്നു. പരമാവധി സമയം മസ്ജിദിൽ ചെലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും തലമുറകൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടരുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഷബീർ അഹമ്മദ് സാഹിബ് ലോധി സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം മിയാൻ മുഹമ്മദ് ഷഫി സാഹിബ് മർഹൂമിൻ്റെ മകനും നമ്മുടെ ഒരു മുറബിയായ ഫറഹ് ഷബീർ ലോധി സാഹിബിൻ്റെ പിതാവുമാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 62-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാമകൻ മിയാ ഷിഹാബുദ്ദീൻ സാഹിബ് ഓഫ് ലോധി നങ്കൽ മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹത്തിന് രണ്ടാം ഖിലാഫത്തിൻ്റെ ആരംഭത്തിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. മർഹൂം മൂസിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഫറഹ് ഷബീൽ ലോധി ലൈബീരിയയിൽ മുബല്ലിഗാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ സേവനം ചെയ്തു വരുന്നു. ഫീൽഡിൽ ആയിരുന്നതിനാൽ പിതാവിൻ്റെ ജനാസയിലും കബറടക്കത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫറഹ് ഷബീൽ ലോധി മുബല്ലിഗ് സിൽസില തൻ്റെ പിതാവിനെ കുറിച്ച് എഴുതുന്നു, അദ്ദേഹം അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളും 5 നേര നമസ്കാരത്തിൽ ശുഷ്കാന്തി പുലർത്തുന്നയാളും പരമാവധി ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രമിച്ചിരുന്ന ആളും ദീനിനെ ദുനിയാവിനേക്കാളും മുൻഗണന നൽകുന്ന ആളുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം, ജമാഅത്തി പുസ്തകങ്ങളുടെ പാരായണം, ഖിലാഫത്തിനോടുള്ള അഗൈതവുമായ സ്നേഹം, കൃത്യമായ ഖുത്ബ കേൾക്കൽ, എല്ലാ ആഹ്വാനത്തിലും ലബ്ബൈക്ക് പറയൽ, ആരോഗ്യമുള്ളപ്പോൾ നഫ്ലി നോമ്പുകൾ അനുഷ്ഠിക്കുക, ജമാഅത്തി സേവനങ്ങൾക്ക് എപ്പോഴും തയ്യാറായിരിക്കുക, വഖഫ് ചെയ്ത ആളുകളോടുള്ള പ്രത്യേക സ്നേഹം, ഭാരവാഹികളോടുള്ള ആദരവ്, ജമാഅത്ത് സംവിധാനത്തിലുള്ള ആദരവ്, സ്നേഹപൂർവ്വം തർബിയത്ത് ചെയ്യുന്നത്, മാപ്പാക്കുന്നത്, പ്രയാസങ്ങളിൽ ക്ഷമയും സ്ഥൈര്യവും കൈക്കൊള്ളുന്നത്, അള്ളാഹുവിലും പരിപൂർണമായി ഭരമേൽപ്പിക്കുന്നത്,
തൻ്റെ പ്രയാസങ്ങളിൽ അള്ളാഹുവിന് മുന്നിൽ കരഞ്ഞു പറയുന്നത്, മറ്റുള്ളവരുടെ പ്രയാസത്തിൽ കഴിവതും സഹായിക്കുന്നത്, മനസ്സിൽ ആരോടും നീരസം വെച്ച് പുലർത്താതിരിക്കൽ ഏത് വിജയത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നത്, നീതിപൂർവമായി അഭിപ്രായം പറയുന്നത്, ആതിഥേയൻ മനസ്സ് തുറന്ന് സാമ്പത്തിക സഹായം ചെയ്യുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു. തൻ്റെ ജീവനക്കാരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. ഇത് മകൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഗുജറൻവാലിയിൽ ഒരു കാലത്ത് നമ്മുടെ കലിമ മായ്ക്കുന്നതിനുള്ള ആഹ്വാനമുണ്ടായപ്പോൾ നമ്മുടെ മസ്ജിദിൽ നിന്ന് കലിമ അവർ മായ്ച്ചു കൊണ്ടിരുന്നു. അത് വീണ്ടും എഴുതുന്നതിന് ഇദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അവർ മായ്ച്ചു പോകുമ്പോഴെല്ലാം ഇദ്ദേഹം ഉടൻ തന്നെ പോയി അത് എഴുതി വയ്ക്കുമായിരുന്നു. അന്ന് അദ്ദേഹം മുഖേന വളരെ ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന് അതിൽ പ്രതികരിക്കാനൊന്നുമില്ല, മറിച്ച് ക്ഷമയും സ്ഥൈര്യവും കാണിച്ചിരുന്നു. തൻ്റെ കാര്യങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നു. ദുആകൾ മുഖേന തൻ്റെ പ്രയാസങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുന്നു. ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ഒരുപാട് എതിർപ്പ് ഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകൾ ഒരു കുട്ടിയോട് പറഞ്ഞു, ഇയാളെ വെടിവെക്കുകയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് സമ്മാനം നൽകുന്നതാണ്. ഏതായാലും അള്ളാഹു അദ്ദേഹത്തെ എപ്പോഴും സംരക്ഷിച്ചു പോന്നു. വളരെ ധൈര്യപൂർവ്വം അള്ളാഹു അദ്ദേഹത്തോട് പുറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മക്കളുടെയും സഹായവും സംരക്ഷകനുമായിരിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.